വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ സൗണ്ട് വേവ്സ്. അപ്പോൾ സൗണ്ട് വേവ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പല കുട്ടികളും വരുന്ന സംശയമാണ് എങ്ങനെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത്, അല്ലേ? ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പുതിയ ടെസ്റ്റാണ്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളില്ലെങ്കിലും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് എന്തല്ല, പുതിയതല്ല. മുന്നേയും ഈ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. സോ ആ സമയത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആ പരീക്ഷയ്ക്ക് ടേം 1 പരീക്ഷയ്ക്കും അതുപോലെ ഫൈനൽ എക്സാമിനും ആ ഭാഗത്ത് നിന്ന് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ടോപ്പിക്കും ഇവിടെ കവർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് ടോപ്പിക്കുകൾ മിസ്സായിട്ടുണ്ട്, എങ്കിലും മെജോറിറ്റി ടോപ്പിക്കുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും നമുക്ക് നോക്കാം. കാണുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കുകളുടെ എണ്ണമൊക്കെ കൂടുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഈ കാണുന്ന PDF വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലോട്ട് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ വേവ്? അല്ലേ, ഒരു ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ് നമ്മൾ പറഞ്ഞു. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഇതൊരു വേവാണ്, ഇത് മറ്റൊരു വേവാണ്. നമുക്കറിയാം ഇവിടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണ്, ഇവിടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ ഇവിടെ എന്തായിരിക്കും, നമ്പർ ഓഫ് വേവ് ഒരു സെക്കൻഡ് ഉണ്ടാകുന്നത് കുറവായിരിക്കും. സോ ഇവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും, ഇവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. ഇത് മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് വേവ്സ്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്, കംപ്രഷൻ ആൻഡ് റൈഫ്രാക്ഷൻസ് ആർ ഫോംഡ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെയും വ്യത്യാസങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ പാരലായി വൈബ്രേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ലോഞ്ചിറ്റ്യൂണൽ വേവ് ആയിരിക്കും പാരലൽ എന്ന് പറയുന്നത്. സർഫസുകളിൽ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, അത് ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ക്രസ്റ്റിലും ട്രഫിലൂടെയും പോകുന്നത് എന്തായിരിക്കും, ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. കംപ്രഷനും റൈഫ്രാക്ഷനിലൂടെയും പോകുന്നത് എന്തായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. എന്തായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. ഇതിന് സിമിലറായ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തിട്ടുണ്ടാകും. സോ ഇവിടെയും അതേ ടൈപ്പ് ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിവർബറേഷൻ ആൻഡ് എക്കോ? റിവർബറേഷനും എക്കോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Sound signal from a ship floating in water hit at the bottom of the sea and reflected back to the ship after 6 seconds. Speed of sound in water is 1500 meter per second. Calculate the depth. C. What is the minimum distance required to hear echo in air? 3 ചോദ്യങ്ങൾ വന്നേക്കുവാണ്. അപ്പോൾ എന്താണ് എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയറിംഗ് എ സൗണ്ട് വേവ് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് ഓർ ഒബ്സ്റ്റക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്. അല്ലേ, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദം തട്ടി നമ്മൾ ആദ്യം ഒരു തവണ അത് പറയുമ്പോൾ തന്നെ കേൾക്കും, എന്നിട്ട് വീണ്ടും നമ്മുടെ ചെവിയിലേക്ക് അത് വന്ന് കേൾക്കുമ്പോഴാണ് നമ്മളിതിനെ എക്കോ എന്ന് വിളിക്കുന്നത്. പക്ഷേ റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു മുറി നമ്മൾ എടുക്കുക, നമ്മളിവിടെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഈ സൗണ്ട് പല സ്ഥലങ്ങളിലായിട്ട് തട്ടി 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 എന്ത് ചെയ്യും, 1/10th of a സെക്കൻഡിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചെവിക്ക് അത് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു ബൂമായിട്ട് അല്ലെങ്കിൽ ഒരു മുഴക്കം പോലെ നമ്മൾ കേൾക്കും. അതിനാണ് റിവർബറേഷൻ, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. രണ്ടാമത്തേത് ചോദ്യം എന്താണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സമയം തരുന്നത് കൊണ്ട് നമ്മളിവിടെ by2 കൊടുക്കും. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി എത്രയാണ്, 1500 ഇൻറ്റു സമയം എത്രയാണ്, 6 സെക്കൻഡാണ്, by2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4500 മീറ്റർ എന്ന് കിട്ടും. 4500 മീറ്റർ ഷിപ്പും താഴത്തെ ഭാഗവും തമ്മിൽ. അപ്പോൾ എത്രയാണ്, 4500 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണുള്ളത്. ചെയ്യുമ്പോൾ by2 ഇടാൻ മറക്കരുത്, ചോദ്യം തെറ്റും. എക്കോ കേൾക്കാനുള്ള മിനിമം ദൂരം എന്ന് പറയുന്നത് 17 അല്ലെങ്കിൽ 17.5 മീറ്റർ ആണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ 17 തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 17.5 മീറ്റർ ആണെന്ന് തോന്നുന്നു, അല്ലേ? 150 മീറ്റർ പെർ സെക്കൻഡായിട്ട് എടുത്തേക്കുന്നത്. സത്യത്തിൽ 143 വരേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ 150 എന്നുകൊണ്ട് 17.5 നിങ്ങൾ പഠിച്ചു വരും. അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ. ഇത് നമുക്കിപ്പോൾ സിലബസിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഊഹം.
ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, വിൻഡും ഡെൻസിറ്റിയും ഒക്കെ എന്ത് ചെയ്യും, ശബ്ദത്തിൻ്റെ വേഗതയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഈ ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് ഈ ചോദ്യം നമുക്ക് ഒഴിവാക്കാം. അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് ബിൽഡിംഗ് ക്ലാപ്സ് ഹിസ് ഹാൻഡ്, ഹി ഹിയർ ഇറ്റ്സ് എക്കോ ആഫ്റ്റർ 2 seconds. സ്പീഡ് ഓഫ് സൗണ്ട് 340 എന്ന് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ബിൽഡിംഗ്. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇയർ ബിഹൈൻഡ് ദ ഫിനോമിന കോൾഡ് എക്കോ? ചോദ്യം 1. കുട്ടി കൈയടിച്ചു, ശബ്ദം കേട്ടു 2 സെക്കൻഡിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. സോ കുട്ടി, ബിൽഡിങ്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സൗണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാനെടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡ്. സൗണ്ടിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ 340 തന്നാൽ 340 തന്നെ എടുത്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ബൈ 2 എടുക്കാൻ മറക്കണ്ട. സോ എത്രയാണ്? 340 ഇൻറ്റു 2. ഇവിടെ കിടക്കല്ലേ. അപ്പോൾ എന്താണ്? 340 ഇൻറ്റു 2/2 340 തന്നെ വരും. സൗണ്ട് കേൾക്കുന്ന കാരണം പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റിയാണ്. കാരണം 1/10 ഓഫ് എ സെക്കൻഡ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണം. അത് കഴിഞ്ഞ് കേട്ടാൽ നമ്മൾ ആ ശബ്ദം ഒന്നും കൂടി കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് എക്കോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ബീക്കർ ഓഫ് ലാർജ് ഹൈറ്റ് ആൻഡ് എ പൈപ്പ്. അല്ലേ, റെഫറൻസിൽ നമ്മളിത് കണ്ടതാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ലൗഡ്നെസ് ഓഫ് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക് വൈൽ അഡ്ജസ്റ്റിംഗ് ദ ഹൈറ്റ് ഓഫ് ദ എയർ കോളം? അല്ലെ, നമ്മൾ ഈ പൈപ്പിനെ മുകളിലോട്ടും താഴോട്ടും ആക്കിയിട്ട് ട്യൂണിംഗ് ഫോർക്ക് അടിക്കുമ്പോൾ ഏതൊരു സമയത്തുമ്പോൾ നമുക്ക് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കും. അതാണ് റെസൊണൻസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും എയർ കോളത്തിന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ടിന് എന്ത് മാറ്റം വരുന്നത്? സൗണ്ടിൻ്റെ സൗണ്ട് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അത് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഈ പൈപ്പ് നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വേരിയേഷൻ സംഭവിക്കും. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ അത് കുറയും. വാട്ട് വിൽ ബി ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ എയർ കോളം അറ്റ് ദ ടൈം ഓഫ് ഹിയറിംഗ് ദ ലൗഡ് സൗണ്ട് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക് ഇസ് 5 12? അല്ലേ, നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 512 ഹെഡ്സ് ആണ്. നമ്മൾ ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ സൗണ്ട് എന്തായിട്ട് കേട്ടു? ലൗഡായിട്ട് കേട്ടു. എങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന പൈപ്പിനകത്തുള്ള എയറിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എപ്പോഴാണോ ഫോഴ്സ് ചെയ്യുന്ന ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്നത് അപ്പോഴാണല്ലോ ലൗഡ് സൗണ്ട് അഥവാ റെസൊണൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ 512 ഹെഡ്സുള്ള ട്യൂണിംഗ് ഫോർക്ക് വെച്ച് ഞാൻ തട്ടിയപ്പോൾ ഇവിടെ നിന്ന് ലൗഡ് സൗണ്ട് കേട്ടെങ്കിൽ ആ സമയത്ത് ഈ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 512 ഹെഡ്സ് തന്നെ ആയിരിക്കണം, എങ്കിലേ കേൾക്കത്തുള്ളൂ. കാരണം എന്താ? വെൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ബോഡി അണ്ടർഗോയിങ് വൈബ്രേഷൻ, അതായത് ഇവിടുത്തെ കേസ് എയർ കോളം, ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഇൻഫ്ലുവൻസിങ് ബോഡി, അതായത് ട്യൂണിംഗ് ഫോർക്ക് ഈക്വൽ ആകുമ്പോഴേ റെസൊണൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 512 വെച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ 512 വെച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ റെസൊണൻസ് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ എയർ കോളത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എത്ര തന്നെ ആയിരിക്കണം? 512 തന്നെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഷെഹനായി, സ്റ്റെതസ്കോപ്പ്, സോണോമീറ്റർ, മെഗാഫോൺ. അല്ലേ, റെസൊണൻസ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഇവർ 3 പേരും. സോണോമീറ്റർ ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ്. സോ സോണോമീറ്റർ ആണ് ഇതിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട്. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. അല്ലേ, ഇവിടെ ഏത് ടൈപ്പ് വേവിന് എക്സാമ്പിളാണ്? സൗണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൽ നമ്മളുണ്ടാകുന്ന വേവ്സ് നല്ലൊരു എക്സാമ്പിളാണ് ട്രാൻസ്വേഴ്സ് വേവിന്. ശബ്ദം എന്ന് പറയുന്നത് എന്ത് വേവാണ്? അതൊരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. സോ അത് വെച്ച് നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ചോദ്യം, സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സോണാർ ഇൻ എ ഷിപ്പ് റീച്ചസ് ദ ബോട്ടം ഓഫ് ദ സീ ആൻഡ് കംസ് ബാക്ക് ഇൻ 8 seconds. സെയിം ടൈപ്പ് ചോദ്യം അല്ലേ. ഡെപ്ത് എന്ന് പറയുന്ന 600 മീറ്റർ ആണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മാറ്റി പിടിച്ചേക്കാം. ചിലവന്മാർ നേരെ എന്ത് ചെയ്യും? D is equal to V into T/2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെ അപ്ലൈ ചെയ്യും. അതാണോ ചോദിച്ചിട്ടുള്ളത്? അല്ല, വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റിയുടെ ഫോർമുല എന്തുവാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷേ ടൈം എടുക്കുമ്പോൾ ടൈം പകുതി എടുത്തോളണം, അത്രയേ ഉള്ളൂ. സോ ഇവിടെ വെലോസിറ്റി എത്രയാണ്? ഡിസ്റ്റൻസ് എത്ര? 600 ബൈ ടൈം എത്ര? 8 എടുക്കുമോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന സമയമാണ് 8. അപ്പോൾ ഇവിടെ നമ്മൾ 8ൻ്റെ പാതി എടുക്കണം. എത്ര? 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് കിട്ടും. കേട്ടോ, ട്വിസ്റ്റ് വന്നത് കണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങളുടെ രീതി എന്ന് പറയുന്നത്. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഐറ്റം ഫ്രം വിത്തിൻ ദ ബോക്സ് ഫോർ ദ ഗിവൺ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷന് ചേരുന്ന പേരെന്താ ചോദിച്ചേക്കുന്നത്? ദ വൈബ്രേഷൻ ഓഫ് ദ സൗണ്ട് ബോർഡ് ഓഫ് എ ഗിത്താർ ഓൺ പ്ലക്കിംഗ് എ സ്ട്രിങ് ഓൺ ഇറ്റ്. നമ്മൾ സ്ട്രിങ് തട്ടുമ്പോൾ ഈ പറയുന്ന ഗിറ്റാറിൻ്റെ സൗണ്ട് ബോർഡിൽ ഉണ്ടാകുന്ന എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. വേണമെങ്കിൽ അവിടെ റെസൊണൻസ് ഉണ്ടാകുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് ലൗഡ് സൗണ്ട് കേൾക്കുന്നതെങ്കിൽ കറക്റ്റ് ഉത്തരം ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ദ വൈബ്രേഷൻ ഓഫ് എ ടേബിൾ ഓൺ നോക്കിംഗ് ഓൺ ഇറ്റ്. നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് അതിനിങ്ങനെ കുത്തി നിർത്തുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അല്ലേ, എന്തുവാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇവിടെയും ഫോഴ്സ്ഡ് വൈബ്രേഷൻ തന്നെയാണ് വരുന്നത്. അടുത്ത്, ദ ഇൻസ്റ്റൻസ് വെൻ പേപ്പർ റൈഡർ ത്രോൺ ഓഫ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് ട്യൂണിംഗ് ഫോർക്ക് ഇൻ എ സോണോമീറ്റർ.
ഞാനിവിടെ തൊട്ട് മുമ്പ് സോണോമീറ്റർ ഡെപ്ത് ഇളക്കാനെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേടാ, സോണോമീറ്റർ അല്ല ഡെപ്ത് ഇളക്കുന്നത്, സോണാറാണ് ഡെപ്ത് ഇളക്കുന്നത്. സോണോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു തടിപ്പെട്ടിയുണ്ട്. ഈ തടിപ്പെട്ടിയിൽ ഇങ്ങനെ കുറച്ച് നൂലുകൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ തട്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഈ ഇതിനകത്ത് നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് വയ്ക്കും. എന്നിട്ട് ഈ ട്യൂണിംഗ് ഫോർക്കിന് നമ്മൾ തട്ടുന്ന സമയത്ത് ഈ ട്യൂണിംഗ് ഫോർക്ക് ഇവനെ എന്ത് ചെയ്യും, ഫോഴ്സ്ഡ് വൈബ്രേഷനിലാക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ നൂല് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ എന്താവും, റെസണൻസിലാകുമ്പോൾ ഈ പേപ്പർ ക്ലിപ്പ് പറന്നു പോകും. ഈ എക്സ്പെരിമെൻറ്റ് അന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് ഇപ്പോൾ പഠിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട, അന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തുവാണ്, ഇവിടെ റെസണൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, റെസണൻസിൻ്റെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. പേടിക്കേണ്ട, ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇനി വരാൻ സാധ്യത ഇല്ല. ഉത്തരം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സോണോമീറ്റർ ആവുന്ന സമയത്താണ് എന്ത് പറ്റുന്നത്, റെസണൻസ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ദ ഫിഗർ ഷോസ് എ വേവ് ദാറ്റ് ട്രാവൽസ് ഇൻ 2 സെക്കൻഡ്സ്. ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്, 2 സെക്കൻഡ് കൊണ്ട് ഒരു വേവ് സഞ്ചരിച്ചാണ് തന്നിരിക്കുന്നത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ക്രസ്റ്റ് എത്രയാണ്, 1 2 3 4 5 6 7 8. ക്രസ്റ്റിൻ്റെ എണ്ണം 8. വേവ് ലെങ്ത് എത്രയാ, ഒരു കംപ്ലീറ്റ് വേവ് എടുക്കുന്ന ദൂരം 2 മീറ്റർ, സോ 2 മീറ്ററാണ്. ഫ്രീക്വൻസി എത്രയാ, 1 സെക്കൻഡ് എത്ര വേവ് ഉണ്ടായി എന്നുള്ളതാണല്ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം 2 സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. 2 സെക്കൻഡ് അല്ലേ മൊത്തം സമയം, 2 സെക്കൻഡ്. എത്ര വേവ്സ് ഉണ്ടായി, 1 2 3 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ടായി. സോ 8/2 = 4. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 4 ഹെർട്സ് ആണ്. കാരണം എന്താണ്, നമ്പർ ഓഫ് വേവ്സ് ബൈ ടൈം ആണല്ലോ ഫ്രീക്വൻസി. നമ്പർ ഓഫ് വേവ്സ് ഇവിടെ 8 എണ്ണം ഉണ്ടായി, ടൈം 2 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 8/4 8/2 4 എന്ന് കിട്ടും. ആംപ്ലിറ്റ്യൂഡ് എത്ര, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ അല്ലേ. അപ്പോൾ ഇവിടുന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, 2 മീറ്റർ എന്ന് കൊടുത്തേക്കല്ലേ. സോ ആംപ്ലിറ്റ്യൂഡ് എത്ര വരും, 2 മീറ്റർ വരും. സെറ്റാണ്. ചോദ്യം നോക്കി ഇത് നോക്കി എഴുതാൻ പഠിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്തുവാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ എന്താണ്, വെലോസിറ്റി = f λ ഫോർമുല. നമ്മൾ ഈ ടൈപ്പ് ചോദ്യം ഒരുപാട് ചെയ്തിട്ടുണ്ടേ, അതാണ് ഞാൻ പറഞ്ഞത്. പഠിച്ചിട്ട് വേണം ഈ ക്ലാസ് കാണാൻ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഓക്കെ, ഫ്രീക്വൻസി എത്ര, 4. വേവ് ലെങ്ത് എത്ര, 2. 4 × 2 8 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത് ഓഫ് എ വേവ് ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി വിത്തൗട്ട് ചേഞ്ചിങ് ദ സ്പീഡ്. എന്ത് പറ്റും, വേവ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ. വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത്, ഫ്രീക്വൻസി കൂട്ടുമ്പോൾ വേവ് ലെങ്ത്തിന് എന്ത് പറ്റും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, കുറയും. എന്ത് ചെയ്യും, കുറയും. വേവ് ലെങ്ത് ഡിക്രീസസ് വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുമ്പോൾ. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ സെയിം ടൈപ്പ് സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ട കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത a wave formed from the epicenter of the earthquake brings many danger in the nature. What is the wave that originates in the epicenter of an earthquake? ഭൂകമ്പം ഉണ്ടാകുന്നത് സീസ്മിക് വേവ് ആണെന്ന് നമുക്കറിയാം. സീസ്മിക് വേവ് എന്ത് തരം വേവ് ആണ് നമുക്ക് പഠിക്കാനില്ല, എങ്കിലും മനസ്സിലാക്കുക. സീസ്മിക് വേവ് എന്താണ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്, എന്ത് വേണോ എഴുതാൻ പറ്റും അല്ലേ. ക്രസ്റ്റൻ റഫ് ആയിട്ടാണ് പോകുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. 2 പോയിന്റ് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, in a meeting for planning of the construction of a new hall, after demolishing the old hall, the participants were of the opinion that the sound in the old hall was felt as a boom. എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞു, എന്നിട്ട് പുതിയ ബിൽഡിംഗ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അവിടെ വന്നുകൂടിയ ആൾക്കാർ പറഞ്ഞു, പണ്ടത്തെ ഈ ബിൽഡിങ്ങിനകത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ബൂം സൗണ്ട് കേൾക്കുമെന്ന്. ഇതാ സംഭവം, റിവർബറേഷനാണ്. നെയിം ദ ഫിനോമിന ബിഹൈൻഡ് ദ ബൂം സൗണ്ട്. എന്തുവാണത്, റിവർബറേഷനാണ്. നെയിം ദ ബ്രാഞ്ച് ഓഫ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻ. അക്വസ്റ്റിക്സ് എന്നാണ് ബ്രാഞ്ചിന്, സൗണ്ടിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെ പഠിക്കുന്ന, എക്കോ ഒക്കെ കുറയ്ക്കാൻ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് അക്വസ്റ്റിക്സ് ആണ്. അപ്പോൾ എക്കോ അല്ലെങ്കിൽ റിവർബറേഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിക്കണം, കാർപ്പറ്റുകൾ മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ എന്തായാലും പെരിഫറേറ്റീവ് പാനൽ, തിയേറ്ററിനകത്ത് പോകുമ്പോൾ കാര്യം ആലോചിച്ചാൽ മതി. അത് ഇതാ ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ചോദ്യം, അത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ മാത്രമേ അത് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് മലയാളം മീഡിയം ഇട്ടേക്കുന്നത്. ഉത്തേജിപ്പിച്ച ഒരു ട്യൂണിംഗ് ഫോർക്ക് ഒരു മേശയുടെ പ്രതലത്തിൽ അമർത്തുമ്പോൾ മേശയുടെ പ്രതലം കമ്പനം ചെയ്യുന്നു. ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത ടേബിൾ വയ്ക്കുമ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നു.
ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രേരണത്താൽ മേശയുടെ പ്രതലത്തിലുണ്ടാകുന്ന കമ്പനത്തിന് എന്തിൻ്റെ ഉദാഹരണമാണ്? പ്രാണോദിത കമ്പനം എന്ന് മലയാളത്തിൽ പറയും, അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. ടേബിളിനകത്ത് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എന്തിന് എക്സാമ്പിളാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എപ്പോഴാണ് ട്യൂണിംഗ് ഫോർക്കും മേശയും അനുനാദത്തിലാകുന്നത്? എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ റെസൊണൻസിലെത്തുന്നത്? മേശയുടെ സ്വാഭാവിക ആവൃത്തി നാച്ചുറൽ ഫ്രീക്വൻസിയും ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയും തുല്യമാവണം അല്ലേ. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റും ഈക്വൽ ആകുമ്പോൾ എന്ത് പറ്റും? അവിടെ റെസൊണൻസ് ഉണ്ടാകുന്നു. വലിച്ചു കെട്ടിയ ഒരു കമ്പിയിൽ അനുനാദം പ്രദർശിപ്പിക്കാൻ പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഔട്ട് ഓഫ് സിലബസ്. എന്താണത്? നമ്മുടെ സോണോമീറ്ററാണ്, നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് ഇല്ല. അടുത്ത ചോദ്യം, സൗണ്ട് വെലോസിറ്റി ഇൻ എയർ ഈസ് ഡാഷ്. ചോദിച്ചാൽ പറയണം 340 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളവിടെ 350 ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ 350 എഴുതണം. എത്രയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എഴുതിക്കോ. എനിക്ക് പഴയ ടെസ്റ്റും പുതിയ ടെസ്റ്റും കൂടി വന്ന് എനിക്ക് സത്യം തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ലൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേവ്. ലൈറ്റ് എന്താണ്? അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അടുത്ത, കംപ്ലീറ്റ് ദ ടേബിൾ. ഇൻസ്ട്രുമെൻറ്റ് വൈബ്രേറ്റിംഗ് പാർട്ട് അണ്ടർ ഗോസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, വയലിനിലെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്താണ്? സ്ട്രിങ് ആണ്. അതിലേതാണ്? സൗണ്ട് ബോർഡും എയറുമാണ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടത്. തബല എന്തുവാണ് വൈബ്രേറ്റിംഗ് പാർട്ട്? ഒരു മെമ്പറൈനാണ്, വലിച്ചു കെട്ടിയ മെമ്പറൈനാണ്. എയറും ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബോഡിയുമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത, സ്റ്റേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ഹിയർ ആൻ എക്കോ ഇസ് 12 മീറ്റർ. തെറ്റ്. 17 വേണം മിനിമം, അത്രയെങ്കിലും. ഓക്കെ, നിക്രോം അത് വേറെ ടോപ്പിക്. സെറ്റാണ്, തീർന്നു. ഇത്രയും ചോദ്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് റൗണ്ട് തപ്പിയപ്പോൾ കിട്ടിയത്. ഇനിയും ചോദ്യപേപ്പറുകൾ ബാക്കിയുണ്ട്. അവിടെ നമ്മൾ ഇനിയും തപ്പിയിട്ട് പുതിയ ചോദ്യപേപ്പറുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് എത്തും. മോഡൽ ചോദ്യപേപ്പറുകൾ സമഗ്രയൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാനും അപ്ഡേറ്റുകൾ കിട്ടാനും ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.